മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ കരാർ ചർച്ചകൾ ഒമാനിൽ പുരോഗമിക്കവേ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി നടത്തിയ പ്രസ്താവനകൾ ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞു. അമേരിക്കയുടെ സൈനിക സമ്മർദ്ദത്തിന് മുന്നിൽ തങ്ങൾ മുട്ടുമടക്കില്ലെന്നും യുറേനിയം സമ്പുഷ്ടീകരണം രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ ഭാഗമാണെന്നും ഇറാൻ അടിവരയിട്ട് പറയുന്നുണ്ട്. ഈ നിലപാട് പശ്ചിമേഷ്യയിലെ നയതന്ത്ര ചർച്ചകളെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി നടത്തിയ പ്രസ്താവനകളിൽ ഏറ്റവും ശ്രദ്ധേയം അമേരിക്കയോടുള്ള അവരുടെ അവിശ്വാസമാണ്. അമേരിക്കയുടെ നീക്കങ്ങൾ ആത്മാർത്ഥമല്ലെന്നും അവർ തങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക അയച്ചിരിക്കുന്ന വമ്പിച്ച നാവിക പടയെ ഇറാൻ നിസ്സാരമായാണ് കാണുന്നത്. അമേരിക്കയുടെ സൈനിക വിന്യാസം ഞങ്ങളെ ഭയപ്പെടുത്തുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇറാന്റെ സൈനികമായ ആത്മവിശ്വാസത്തെയാണ് പ്രകടമാക്കുന്നത്. ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമേ ഇല്ലെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ഒരു യുദ്ധം തന്നെ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടാലും സമ്പുഷ്ടീകരണം തുടരുമെന്ന കടുത്ത നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിലും പെരുമാറ്റത്തിലും ഇടപെടാൻ ആർക്കും അവകാശമില്ലെന്നും ഇത് രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ടതാണെന്നും ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. പ്രതിരോധത്തിന്റെ ഭാഷ ആണവായുധങ്ങളെക്കുറിച്ചുള്ള ഇറാന്റെ കാഴ്ചപ്പാട് വളരെ കൗതുകകരമാണ്. ലോകശക്തികൾക്ക് മുന്നിൽ ഇല്ല എന്ന് പറയാനുള്ള കരുത്താണ് ഇറാന് ആണവായുധം. അവർ ഞങ്ങളുടെ ആറ്റം ബോംബിനെ കുറിച്ച് ഭയക്കുന്നു, എന്നാൽ ഞങ്ങൾ അത്തരമൊന്നും നോക്കുന്നേയില്ല. ലോകശക്തിയോട് ഇല്ല എന്ന് പറയുന്നതിനുള്ള ശക്തിയാണ് ഞങ്ങളുടെ ആറ്റം ബോംബ് എന്നാണ് അറാഖ്ചി വ്യക്തമാക്കിയത്.